നമ്മുടെ പുരുഷന്മാർ, നമ്മുടെ യുവാക്കൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ നോക്കി നടക്കുന്നവർ അവൾ എത്ര ടൺ സ്വർണം കൊണ്ടുവരും, അവൾ കൊണ്ടുവരുന്ന സ്വർണം കൊണ്ട് എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ, ഒരു ചെറുവിരൽ അനക്കി ഒരു ജോലിയും ചെയ്യാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കില്ല. അവൻ ആണത്വമുള്ളവനായിരിക്കും. അവൻ ഒരു 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 സഹധർമ്മിണിയെ അന്വേഷിക്കുന്നുവെങ്കിൽ ആ സഹധർമ്മിണിയോടൊപ്പം ജോലി ചെയ്യാനും ആ സഹധർമ്മിണിയോടൊപ്പം സുഖദുഃഖങ്ങൾ പങ്കിടാനും ആഗ്രഹിക്കുന്നവനായിരിക്കും. അവന്റെ ജീവിതത്തിലേക്ക് സ്വർണം അല്ലെങ്കിൽ സ്ത്രീധനം ഒരു പ്രശ്നമേ ആയി കടന്നു വരികയില്ല. എത്ര വിദ്യാഭ്യാസമുണ്ടോ ഇപ്പോ ഇന്നത്തെ കാലത്ത് നാം കാണുന്നത് എന്താണ്? MDechോ MDSോ അല്ലെങ്കിൽ MS ഒക്കെ കഴിഞ്ഞവരും ഒക്കെ അതായത് അവരുടെ ക്വാളിഫിക്കേഷന്റെ തോതനുസരിച്ച് കൂടുതൽ സ്ത്രീധനം ചോദിക്കുക. സ്ത്രീധനം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ത്രീധനം നിയമപരമായിട്ട് നിരോധിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്ന് വെച്ച് സ്ത്രീക്ക് ധനം കൊടുക്കരുതെന്നല്ല. അച്ഛന്റെയും അമ്മയുടെയും സ്വത്തിന്റെ ഒരു ഭാഗം, എത്ര മക്കളുണ്ടോ ആ മക്കളുടെ അനുസരിച്ച് ഒരു ഭാഗം അവൾ അവകാശപ്പെട്ടതാണ്, അത് അവൾക്ക് കൊടുക്കണം. പക്ഷെ അത് പറഞ്ഞ് വിലപേശി ഇങ്ങനെ ഇത്ര സ്വർണം കിട്ടണം. ഇതാ നമുക്കിപ്പോ അറിയാം പന്തീരാങ്കാവിൽ നടന്ന സംഭവം എന്താണെന്ന്. പറവൂറിൽ നിന്ന് പോയ ആ പെൺകുട്ടി 70 പവൻ സ്വർണം, 70 പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വിലയ്ക്ക് എത്ര ലക്ഷം രൂപ വരുമെന്ന് ഞാൻ പറയേണ്ടതില്ല. 55,000 രൂപയിൽ കൂടുതൽ, അതൊരു പവൻ സ്വർണം ആഭരണമായി മാറുമ്പോഴത്തേക്ക് 60,000 രൂപ. അപ്പം എത്ര ലക്ഷം രൂപ കൊടുത്താലാണ് 70 പവൻ കിട്ടുക? ആ 70 പവന്റെ ആഭരണത്തോടൊപ്പം 30 കൂടി കിട്ടണം. അതുപോലെ തന്നെ ലക്ഷങ്ങളുടെ കാറ് കിട്ടണം. അങ്ങനെ ഒരുപാട് മോഹങ്ങൾ പറഞ്ഞാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത്. അപ്പോ അവനെ എന്താണ് പറയുക? അവനെ ഒരു ആണും പെണ്ണും കെട്ടവനായിട്ടല്ലാതെ ആണിന്റെ ഗണത്തിൽ പെടുത്താൻ കൊള്ളാമോ? ആണിന്റെ ഗണത്തിൽ പെടുത്തവരാരും ഒരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പണം മോഹിച്ചായിരിക്കത്തില്ല. തീർച്ചയായിട്ടും നല്ല ഒരു കുടുംബം സ്ഥാപിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും. നല്ലൊരു കുടുംബം സ്ഥാപിക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യമെങ്കിൽ അവൻ എന്താണ് വേണ്ടത്? ഒന്നാമത് ഞാൻ പറഞ്ഞതുപോലെ ടൈം ഈസ് മണി. സമയം പണമാണ്. അതായത് സമയം വെറുതെ മെനക്കെടുത്തി കളയാനുള്ളതല്ല. കള്ളു കുടിച്ചോ അതായത് രാസ ലഹരി ഉപയോഗിച്ചോ തള്ളി നീക്കാനുള്ളതല്ല. ഉള്ള സമയം അധ്വാനിക്കാനുള്ളതാണ്. അവന് ജർമ്മനിയിൽ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു. അതിപ്പോ ആ ഒരു എഞ്ചിനീയറുടെ കേസ്. ഇവിടെ നമ്മൾ ധാരാളം ആൺകുട്ടികളെ കാണാറുണ്ട്. അവർ കൂട്ടുകൂടി ഇങ്ങനെ രാസലഹരി ഉപയോഗിച്ചോ അതുമല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വെറുതെ വട്ടം കറങ്ങി നടക്കുകയോ അങ്ങനെ വളരെ അലസമായ രീതിയിൽ സമയത്തിന്റെ മൂല്യം ഒട്ടും മനസ്സിലാക്കാത്ത യുവാക്കളെ നാം ഈ അടുത്ത കാലത്തല്ല ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിൽ കാണുന്നുണ്ട്. അപ്പം അതിന് അനുസരിച്ചാണ് ഗവൺമെന്റിന്റെ നയങ്ങൾ. അതായത് എന്താ നമ്മളറിയാം, രാത്രി ജീവിതത്തിന് വേണ്ടി മാനവീയം വീഥി, അതുപോലെ തന്നെ വില കുറഞ്ഞ മദ്യം, വില കുറഞ്ഞ മദ്യമല്ല ലഹരി കുറഞ്ഞ മദ്യം, വില കുറഞ്ഞതല്ല അതിനും വലിയ വിലയാണ്. ലഹരി കുറഞ്ഞ മദ്യം ആർക്ക് വേണ്ടിയാ? സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുന്നത്. നമുക്ക് തീർച്ചയായിട്ടും രാത്രി ജീവിതത്തിന് ഒരു പ്രത്യേക വീഥി ആവശ്യമില്ല. രാത്രി ജീവിതത്തിനാണ് കുടുംബം. അതിനാണ് മനുഷ്യർ വിവാഹം കഴിക്കുന്നത്. സ്ത്രീയും പുരുഷനും ഒന്നിച്ചൊരു കൂരയ്ക്ക് കീഴിലാകുന്നതാണ് രാത്രി ജീവിതം എന്ന്, കുടുംബജീവിതം എന്ന് ഒക്കെ പറയുമ്പോൾ നാം മനസ്സിൽ ഓർക്കേണ്ടത്. അപ്പൊ അതിനൊക്കെ പകരം ഒരു വീഥിയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ അത്തരം ജീവിതങ്ങളെ തകർക്കുന്നതിന് വീര്യം കുറഞ്ഞ മദ്യമോ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഗവൺമെന്റ് തന്നെ മനസ്സിലാക്കണം. അതുപോലെ സ്ത്രീ പീഡനം നടക്കുന്നു എന്നറിഞ്ഞാല് അവിടെ സ്ത്രീകളെ സംരക്ഷിക്കാൻ, അതായത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന്, നമുക്കറിയാം ഇപ്പോ ഈ പന്തീരാങ്കാവിലെ കേസ്, അവൻ കാണിച്ചിരിക്കുന്ന ഉപദ്രവങ്ങളൊക്കെ അതിക്രൂരമായ പീഡനങ്ങൾ. ആ പീഡനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലും പോലീസ് പരിഹസിക്കുകയാണ് ഉണ്ടായത്. പോലീസ് അതിന് എതിരായിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറായില്ല. ആ പോലീസിനെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ സസ്പെൻഷനിലാകുകയല്ല, പിരിച്ചുവിടുക തന്നെയാണ് വേണ്ടത്. കാരണം പോലീസുകാര് ഈ ജർമ്മനിയിൽ എഞ്ചിനീയറായി പ്രവർത്തിക്കുന്ന അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണം കാണും. അവൻ ആ പണം വീട്ടിൽ നിന്ന് അവനെ വിളിച്ചപ്പോൾ തന്നെ
അവൻ ആ പണം എറിഞ്ഞ് ഗൂഗിൾ പേ വഴിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവനോടൊരു കുറ്റവാളിയോടെ എന്ന പോലെ ഒരു പോലീസിന് പെരുമാറാൻ ഒക്കില്ല. അപ്പോ ഈ പറയപ്പെട്ട ഈ പണം വലിച്ചെറിഞ്ഞാല് എവനെയും വീഴ്ത്താം, എവിടെയും വീഴ്ത്താം എന്ന ഒരു രീതി കേരളത്തിൽ വന്നിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, അധ്വാനിക്കാതെ സുഖജീവിതം, സുഖലോലുപതയിൽ ജീവിക്കുക. അതാണ് കേരളത്തിലെ യുവതി യുവാക്കളുടെ ഇപ്പോഴത്തെ താല്പര്യം. ആ താല്പര്യം സംരക്ഷിച്ചു കൊടുക്കത്തക്ക രീതിയിൽ അഴിഞ്ഞാടിയ ജീവിതത്തിനുള്ള സൗകര്യങ്ങളാണ് ഗവൺമെന്റും ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇതാ ഇവനെ പറ്റി തന്നെ, ജർമ്മനിയിൽ എഞ്ചിനീയർ ആയിരിക്കുന്നു എന്ന് പറയുന്ന ഇവനെ പറ്റി തന്നെ നമ്മൾ കേൾക്കുന്നു. അവൻ ഒരു രജിസ്റ്റർ മാരേജ് നേരത്തെ തന്നെ കഴിച്ചു. ആ കഴിച്ച രജിസ്റ്റർ മാരേജ് ഒളിച്ചു വെച്ചിട്ടാണ് രണ്ടാമതൊരു പെൺകുട്ടിയെ കണ്ടെത്തുകയും കണ്ട് കല്യാണം കഴിക്കുകയും ചെയ്യുന്നത്. ആ പെൺകുട്ടിയെ ഈ കുറ്റവാളിയുടെ മനസ്സുള്ള അവൻ തന്നെ ആ കുട്ടിയെ എന്നിട്ട് കിട്ടിയത് പോരാ, തന്നത് പോരാ എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുകയാണ്. അവളും എംടെക് ഉള്ള ഒരു പെൺകുട്ടിയാണ്. ജർമ്മനിയിൽ പോയാലും ഇല്ലെങ്കിലും ഇവിടെ തന്നെ തൊഴിലുള്ളവളാണ്. അങ്ങനെയുള്ള ഒരു കുട്ടി, അതായത് ഒരു സ്ത്രീ ഒരു അസറ്റാണ്, സ്ത്രീയാണ് ആസ്തി, അല്ലാതെ അവൾ കൂടെ കൊണ്ടുവരുന്ന സ്ഥാവര ജംഗമങ്ങളല്ല ആസ്തി. ആ സ്ത്രീയാണ് എൻ്റെ സഹധർമ്മിണിയായിട്ട് എന്നോടൊത്ത് ജീവിക്കേണ്ടത്, എൻ്റെ കുടുംബത്ത് ജീവിക്കേണ്ടത് എന്ന ആ പാഠം അവൻ പഠിച്ചിട്ടില്ല. അത് അവൻ എന്നല്ല, ഈ ഇതുപോലെയുള്ള സ്ത്രീ പീഡന കഥകളിലെ കഥാപാത്രങ്ങൾ ആരും തന്നെ പഠിച്ചിട്ടില്ല. ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 1991 ധനതത്വ ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം ഗാരി എസ് ബെക്കർ. ബെക്കറിന്റെ പുസ്തകത്തിന്റെ പേര്, ധനതത്വ നോബൽ പ്രൈസ് കിട്ടിയ പുസ്തകത്തിന്റെ പേര് തന്നെ എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി, അതായത് കുടുംബത്തെ പറ്റിയുള്ള ഒരു പഠനം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിനകത്ത് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നറിയാമോ? അദ്ദേഹം പറയുന്നു, വിവാഹം എന്ന് പറയുന്നത് ഒരു സംരംഭം തുടങ്ങലാണ്. ആണും പെണ്ണും ചേർന്ന് ഒരു സംരംഭം തുടങ്ങുന്നു. അവിടെ മൂലധനം എന്താണ്? മൂലധനം അവരുടെ പ്രണയമാണ്. ആ അനന്യമായ പ്രണയം, ആ പ്രണയത്തിൽ വിരിയുന്ന പൂക്കൾ, അതാണ് ആ സംരംഭത്തിന്റെ ഉൽപാദനം. സംരംഭം, വിവാഹം ഒരു സംരംഭം. ആ സംരംഭത്തിലെ മൂലധനം എന്ന് പറയുന്നത് അനന്യമായ പ്രണയം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അനന്യമായ പ്രണയം. ആ പ്രണയത്തിൽ വിരിയുന്ന പൂക്കളാണ് ആ സംരംഭത്തിന്റെ ഉൽപാദനം. ആ പ്രണയ യവനിക മുന്നോട്ട് പോകുന്നത് എന്തിനാണ്? ആ പൂക്കളെ വളർത്തി വളർത്തി ഉത്തമ പൗരന്മാരാക്കി ലോകത്തിന് വെളിച്ചം വീശുന്നവരാക്കി തീർക്കുക. അതാണ് ആ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ആ സംരംഭത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്നാണ് ഗാരി എസ് ബെക്കർ പറയുന്നത്. നിങ്ങൾ ആ ഗ്രന്ഥം എടുത്ത് വായിക്കണം, വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ വാങ്ങിയോ വായിക്കണം. കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീ പുരുഷന്മാരോട് ഇത് വായിക്കാൻ പറയണം. അപ്പോ അറിയാം, അതായത് ബെക്കർ എന്താണ് പറയുന്നത് എന്നറിയാമോ? ഒരു കുടുംബം എന്ന് പറയുന്നതാണ് ഒരു സമൂഹത്തിന്റെ അടിത്തറ. ആ കുടുംബം നല്ലതായാൽ, ആ കുടുംബത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ നല്ലതായാൽ സമൂഹം നല്ലതാകും. സമൂഹം നല്ലതായാൽ രാജ്യം നല്ലതാകും. രാജ്യം നല്ലതായാൽ ലോകം നല്ലതാകും. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ വലിയ അന്തഃഛിദ്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് മുഴുവനും യുദ്ധവും അസമാധാനവും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തില് നമ്മൾ ഓർമ്മിക്കുക, ഒരു കുടുംബം സ്ഥാപിക്കുക എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷന്മാർ അവരുടെ ആ പ്രണയ നൗകയിൽ ഒരു ഉത്തമ ലോകത്തിനുള്ള അടിസ്ഥാനമിടുകയാണ് ചെയ്യുന്നത്